അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടി ചെമ്മീൻ നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ മുറിച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ഓരോരുത്തർ നിങ്ങളെ പാകത്തിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ, വെളിച്ചെണ്ണ കാന വരുമ്പോൾ കുറച്ച് ഉലുവ ഇടുക. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട്, എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയിട്ട് നന്നായിട്ട് ഇളക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വാടി കിട്ടും. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മളതൊന്ന് വാടി വരുന്നവരെ ഒന്ന് മൂടി വെക്കുക കേട്ടോ. ഇതപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കുക. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ എന്നാലും ഞങ്ങളതായിട്ടുള്ളൊരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ബ്രൗൺ കളറായി വരണം കേട്ടോ ഉള്ളി. പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മൂടി വെച്ച് വേവിക്കുമ്പോൾ തീ കുറച്ച് സിമ്മിലിട്ടിട്ട് വേവിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വെന്ത് നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല കൂട്ടുകൾ ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് 2 ടീസ്പൂൺ കാശ്മീർ ചില്ലി. പ്രത്യേകം ശ്രദ്ധിക്കുക, കാശ്മീർ ചില്ലി തന്നെ വേണം കേട്ടോ. അതില്ലെങ്കിൽ മറ്റേ മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക്. അത് ഓപ്ഷണലാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ച മണം പോകുന്നവർ നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കുക. ആവശ്യത്തിന് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുക. അത് ആവശ്യത്തിന് നിങ്ങൾ പുളി അനുസരിച്ച് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ അങ്ങോട്ട് ഇടാം. ഇതൊരു 1/2 കിലോ ചെമ്മീനാട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടം പോലെ ചെയ്യാം. ഞങ്ങളിപ്പം 1/2 കിലോ ചെമ്മീൻ്റെ റെസിപ്പിയാണ് പറഞ്ഞത്. ഇപ്പോൾ കിലോ കൂടുന്നതിനനുസരിച്ച് റെസിപ്പി പൊടികളെ ടീസ്പൂണ് കൂടും, പിന്നെ ഉപ്പിൻ്റെ അങ്ങനെയൊക്കെ കൂടും. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ച് അവിടെ അങ്ങ് വെക്കാം. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഉപ്പൊക്കെ ഒരാൾ ആവശ്യത്തിന്. അത് കഴിഞ്ഞിട്ട് ഉപ്പ് നന്നായിട്ട് ആ മസാലയിലേക്ക്, ആ ഉപ്പൊക്കെ ചെമ്മീനിലേക്ക് ഉപ്പൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ നന്നായിട്ട് നമുക്കിങ്ങനെ
ഇളക്കി പിടിപ്പിച്ച് അവിടെ അങ്ങ് സെറ്റാക്കിയിട്ട് വെക്കാം. ഇനി നമുക്ക് മൂടി വെക്കാം. ഇതിനി ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിക്കാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ 20 മിനിറ്റ് കൊണ്ട് നമ്മളെ ചെമ്മീൻ റോസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇതേപോലെ ഒന്ന് വിതറി അങ്ങ് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, അത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് പൊറോട്ട, ചപ്പാത്തി, പിന്നെന്താ ദോശ, അതിൻ്റെ കൂടെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഞങ്ങളെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ വീഡിയോസ് ഞങ്ങളിടുന്ന അടുത്ത വീഡിയോസ് എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.